ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മൾ ഓൾഡ് ഫുക്കറ്റ് ടൗൺ കാണാൻ സിറ്റി ടൂറിന് പോവാണ്. നമ്മൾ സിറ്റി ടൂറിന് പോകുന്ന വണ്ടി ഇതാണ് കേട്ടോ. ഭയങ്കര വലിക്കാട്ട വണ്ടിയിലാണ് നമ്മൾ 4 പേര് സിറ്റി ടൂറിന് പോകാൻ പോണത്. സോ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണതെന്ന്. നിങ്ങൾ ഞങ്ങളുടെ ഇന്നലത്തെ അല്ല, നമ്മൾ തായ്ലൻഡ് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണ വീഡിയോ കണ്ടിട്ടില്ലേ? കണ്ടു നോക്കാം. അമ്മ ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ വിട്ടിട്ടില്ല. അമ്മയ്ക്കിപ്പോഴും അത് കണ്ടതിൻ്റെ ഒരു ഇതിലാണ്. അവിടെ തായ്ലൻഡിൽ എല്ലാവരും തോന്നുവാസ് നടക്കണ സ്ഥലമാണെന്നാണ് അമ്മ പറഞ്ഞേക്കണേ. ആസ്വാദനം വേണമല്ലോ. പൈസ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് കാണുമ്പോ ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ മോഡലായിട്ടൊക്കെ നടന്ന് പുറത്തൊക്കെ ഇങ്ങനെ പോയി നടക്കണവരാണെങ്കിൽ നമ്മള് അമ്മ ഇപ്പൊ ബിക്കിനി ഇട്ടവരെ കണ്ടിട്ട് ഇപ്പൊ ഒന്നും തോന്നണില്ലല്ലോ. ആദ്യം അമ്മ ഇങ്ങനെയായിരുന്നു. പിന്നെ കണ്ണുപൊത്തി നടക്കാൻ പറ്റൂലെന്നായി. അവര് എവിടെ ചെന്നാലും അങ്ങനെയല്ലേ നടക്കണത്. നമ്മുടെ കൾച്ചറിൽ നടക്കും, അവരവരുടെ കൾച്ചറിൽ നടക്കും. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഓൾഡ് ടൗൺ. അപ്പോൾ ഇതാണ് കേട്ടോ ഓൾഡ് ടൗൺ. ഇവിടെ നിറയെ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അമ്മ മാങ്ങ റിയൽ മാങ്ങയാണെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. ഞാനും ആദ്യം കണ്ടപ്പോൾ റിയലാന്ന് വിചാരിച്ചു, പക്ഷേ റിയൽ അല്ല, അതതിൻ്റെ ഡമ്മി തൂക്കിയിട്ടിരിക്കണേ. പക്ഷേ ഏകദേശം അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ള മാങ്ങ കിട്ടണത്. അച്ഛൻ്റെ ഡ്രസ്സ് അടിപൊളിയായിട്ടില്ലേ, ഫ്രീക്കൻ. ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്പ് ചെയ്യാനും അതുപോലെ കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്. നമുക്കിവിടെ തായ്ലൻഡ് സ്പെഷ്യലായിട്ടുള്ള തായ് ടീ ട്രൈ ചെയ്യാം കേട്ടോ. പ്രീമിയം തായ് ടീ വിത്ത് ബബിൾ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന തായ് ടീ ബബിൾ ഇട്ടിട്ടാട്ടോ ഞാൻ എടുത്തത്. ബബിൾ ജസ്റ്റ് ചവയ്ക്കാന്ന് വിചാരിച്ച്. നമുക്ക് നോക്കാം. എനിക്കിഷ്ടമായി ഇവരുടെ തണുപ്പാ, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. മറ്റേ തേയിലയുടെ രുചി. അച്ഛന് കൊടുക്കാം. അച്ഛൻ വന്നേ, എങ്ങനെയുണ്ടോ നോക്കൂ. എന്താ ഒരു ഇതിങ്ങനെ കിക്കാ. എങ്ങനെയുണ്ട് ചായ? ഇതെങ്ങനെയുണ്ട്? എന്താ കാപ്പിയുടെ ചൊവ്വേ ചായക്കാ? കാപ്പിയുടെ ചൊവ്വേ ഒരു തേയിലപ്പൊടിയുടെ ചൊവ്വയല്ലേ? ചോക്ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. ആര്? ഇത് ചോക്ലേറ്റ് ഒന്നുമില്ല. ആണോ? അമ്മേ തായ് ടീ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ. എന്തിന്റെ രുചിയാ പറ? എന്തിന്റെ ആണോ? ചോക്ലേറ്റിന്റെ രുചിയാണോ? ചോക്ലേറ്റിന്റെ രുചിയാണല്ലോ എല്ലാരും പറയണേ. ശരിക്കും ചോക്ലേറ്റ് അല്ല. ഇച്ചിരി ചോക്ലേറ്റും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തേയിലയുടെ രുചിയല്ലേ നിൽക്കണേ മുന്നിട്ട്. അല്ല അമ്മ തേയിലയുടെ അല്ലേ? എല്ലാം കൂടി മിക്സാ. ഇതേ തായ് ടീ ഒക്കെ കുടിച്ച് നട്ടപ്ര വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ വൈകിട്ട് വരാനാട്ടോ നല്ലത്. ഭയങ്കര തിരക്കുള്ള സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മ എന്തേ മിസ്സാവല്ലേ ആരും? എനിക്കാണ് എല്ലാവരും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഈ ഫോറിനേഴ്സിനൊന്നും പ്രശ്നമില്ല ഇവിടുത്തെ റേറ്റ്. പക്ഷെ നമ്മുടെ കറൻസി വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് നോക്കാം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോന്ന്. 790. നമ്മളിത് ഇവിടെ ജ്വല്ലറീസ് നോക്കിക്കൊണ്ടിരിക്കുക. ആമയുടെ മോതിരം വേണമെന്ന്. പക്ഷെ ആമയുടെ മാല കിട്ടിയല്ലേ? മാല വേണ്ടേ? പിന്നെ തായ്ലൻഡ് വന്നിട്ട് പിന്നെ ഇങ്ങനത്തെ അല്ലേ കിട്ടുള്ളൂ.
നമ്മൾ ഫോട്ടോ കുത്തി കയറിയിരിക്കുകയാണ് ഫോട്ടോ ഇടാനായിട്ട് 100 ബാത്തല്ലേ 100 ബാത്ത് പോവോ ഇല്ലയോ എന്ന് ഇപ്പോൾ കണ്ടറിയാം. എൻ്റെ കുട്ടി ഇടുവാണേ ഏതോ വെളിയിലോട്ടിട്ട്. എങ്ങനത്തെ വേണ്ട? ഈ വലിയ ഫോട്ടോ പോരെ 4 എണ്ണം? നെക്സ്റ്റ് അടിച്ചു പോയി നെക്സ്റ്റ് ഉണ്ട് ടെംപ്ലേറ്റ് ചെയ്താൽ വേണ്ട ഗോൾഡ് ഫുക്കറ്റിന്റെ ഇത് വെച്ചിട്ടുള്ളതാ എങ്കിലല്ലേ ഇവിടെ നിന്ന് ഇതെടുത്താലോ? ഓക്കെ വന്നാ ഇടാക്കട്ടെ. കൊള്ളാല്ലേ കൊള്ളാം. വ്യക്തവും ശക്തവുമായി കണ്ടില്ല ഇവിടെ എല്ലാ ഷോപ്സിന്റെ ഫ്രണ്ടിലും മറ്റേ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ഇങ്ങനെ തേങ്ങയും ഇതൊക്കെ കൊടുക്കത്തില്ല, അതേപോലെ ഇവിടെ ബ്രാൻഡിയും കൊക്കോകോളയും അങ്ങനെയുള്ള മധുരമുള്ള ഐറ്റംസ്. എനിക്ക് തോന്നുന്നു ഇക്വാലിറ്റി ആണെന്ന് തോന്നുന്നത്. ദൈവങ്ങൾ നമ്മളൊക്കെ ഒരേ സാധനം കഴിക്കണമെന്ന്. അങ്ങനെയാണ് ഇവിടുത്തെ വെച്ചിരിക്കുന്നത്. എല്ലാ ഡ്രസ്സും ഉണ്ടല്ലോ, ഇങ്ങനെ ബോഹോ വൈബുള്ള ഡ്രസ്സുകളാട്ടോ ഫുള്ള് ഇവിടെ ഉള്ളത്. നമ്മൾ വൈകുന്നേരം ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈകിട്ട് ഈ കാണുന്ന വൈബേ അല്ല, ടോട്ടലി ഡിഫറെൻറ്റ് വൈബാണ്. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിക്കും. നമ്മളുടെ ഓൾഡ് ഫുക്കറ്റ് ടൗൺ ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ പോവാണ്. എവിടെയാണ് നെക്സ്റ്റ് ലൊക്കേഷൻ? ഷാലോം ടെമ്പിൾ. ഞങ്ങളിപ്പോൾ പറഞ്ഞോളൂ ഈ ടെമ്പിളിൽ കയറണം. ഷാലോം ടെമ്പിളിലോട്ട് പോവാം. അമ്മൂസ് വിളിച്ചോണ്ടിരിക്കുക. അമ്മൂസ് ഹായ്. അമ്മൂസ് മിനിറ്റിനാണ് വിളിക്കണത്. എനിക്ക് തോന്നണേ അമ്മൂസ് അമ്മേനോടുള്ള പ്രതികാരോ, ഇവരെവിടെ പോയാലും അമ്മ മിനിറ്റിന് വിളിക്കും, അതുപോലെ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പ. നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഷാലോം ടെമ്പിൾ. അവിടെ പേര് കറക്റ്റായിട്ട് കൊടുക്കാം. നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ സൈഡിലൊക്കെ കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഐറ്റംസ് ഉണ്ട്, കുറേ ബോഹോ വൈബ്. ഇവിടെ മുഴുവൻ ബോഹോ വൈബ് സാധനങ്ങളും. ബോഹോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്യൂട്ട് അസ്തറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. നല്ല വെയിലുണ്ട്. അപ്പം എന്തായാലും നമുക്ക് കയറി നോക്കാം, പ്രാർത്ഥിക്കാം. അമ്പലമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതാണെന്ന് തോന്നുന്നു. പ്രാർത്ഥിക്കണ അമ്പലമാണോ എന്ന് അറിഞ്ഞൂടാ. അവിടെ അല്ലേ? ഏതാ അമ്പലം? അപ്പോ അപ്പം അമ്പലത്തിൽ കയറണ്ടേ? അമ്മയ്ക്ക് പ്രാർത്ഥിക്കണ്ടേ അമ്പലത്തില്? നമ്മുടെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചാൽ മതിന്ന്. ഈ ദൈവം വേണ്ടേ? എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന്. പക്ഷെ രസമുണ്ട്. നമ്മുടെ അവിടെ കേൾക്കണ പോലെ തന്നെ മ്യൂസിക് അല്ലേ? ഈണം ചൈനീസ് ആണോ? ഓ ചൈന കണ്ടോ, നല്ല രസമുണ്ടല്ലേ വൈബ്രേഷൻ. നമ്മുടെ അവിടെ കേൾക്കണ പോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നണ ഇതാണ് ടെമ്പിൾ എന്ന് കേട്ടോ. നല്ല ഗോൾഡൻ വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇത് വിഷ്ണുവാണ്. ഇത് വിഷ്ണുവാണോ? എനിക്ക് തോന്നുന്നു ഈ വിഷ്ണു, ഈ ബുദ്ധനായിരിക്കും നമ്മുടെ അവിടെ വിഷ്ണു ആയത്. നമ്മുടെ വിഷ്ണു ആയിരിക്കും ഇവിടുത്തെ ബുദ്ധൻ. അല്ല എൻ്റെ കുട്ടി? ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ പ്രതിമ നമ്മുടെ വിഷ്ണു കിടക്കണ പോലെ ഉണ്ട്. ചിലപ്പോൾ അവിടുത്തെ വിഷ്ണു ആയിരിക്കും. ആണോ? അതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ. നോക്കാം, ഫ്രണ്ട് ഭാഗം നോക്കാം. പക്ഷെ ശരിക്കും ആണോ? അത് വിഷ്ണു മാത്രമല്ലേ കിടക്കുക? എല്ലാവരും കിടക്കുമോ? കൃഷ്ണനല്ലല്ലോ. എന്താണെങ്കിലും അതേ പോസിലാണ് ഇവിടെ നിൽക്കുന്നത്. കയറണ്ടെന്ന് വിചാരിച്ചിരുന്നു ഞാൻ മേളിൽ. പക്ഷെ മേളിൽ കുറച്ചുകൂടി രസമുണ്ട് തോന്നുന്നു കേട്ടോ. നോക്ക്, സ്റ്റെപ്പൊക്കെ ഇട്ടോ. ശ്വാസം മുട്ടെന്ന്. ഇവിടെ നോക്കി എന്താ കാണണേ? അമ്മ താഴെ നിന്ന് ബോറടിക്കും.
ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലോർഡ് ബുദ്ധ റെലിക്ക മന്ത്രമാണത്. ഇത് എന്തോ ഒരു ട്രോഫിയാണോ, കിരീടോ അങ്ങനെ എന്തെങ്കിലും ആണോ? എന്തോ ഒരു വിഗ്രഹമായിരിക്കും കേട്ടോ ചിലപ്പോൾ. മറ്റേ ഐഡിയൽ എടാ മന്ത്രമൊക്കെ ചൊല്ലി ചുറ്റിനും നടക്കുന്നുണ്ട്. അച്ഛനും അമ്മയും എന്തേ അവിടെ തണലത്ത് വന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഈ ടെമ്പിളിലെ തൊപ്പി വയ്ക്കാൻ പാടില്ല. പിന്നെ നോർമലായിട്ടുള്ള നമ്മുടെ അവിടെ ഉള്ള പോലെ തന്നെ ബിക്കിനി അങ്ങനെയുള്ളതൊന്നും ഇടാൻ പാടില്ല. തൊപ്പി വയ്ക്കാൻ പാടില്ലാത്തത് എനിക്ക് ഇപ്പോഴാട്ടോ അറിയണേ. പന്നക്കുട്ടി പറയായിരുന്നു തൊപ്പി റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ് അത്രേ. തൊപ്പി വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ഇല്ലായ്മയാണെന്ന്. അതുകൊണ്ടാണ് അത്ര പോലീസുകാർ മരിച്ചവരെ കാണുമ്പോൾ ഊരുന്നത്. മരിച്ചവരെ കാണുമ്പോഴല്ല, ഡെഡ് ബോഡീസ് കാണും. അന്നക്കുട്ടി എവിടെ ചെന്നാലും ഒരു ഫോട്ടോഗ്രാഫി ഉള്ളതാ. അവർക്ക് റീലെടുത്ത് കൊടുക്കാമെന്ന്. എടാ അത് ഓർഡർ ചെയ്യണമായിരുന്നു. പൈസ കാർഡ് തന്നേക്ക്. തളർന്ന് വിഷമിച്ച് വന്ന് ജ്യൂസ് കുടിക്കാൻ നിർത്തിയിരിക്കാം. ഇവിടുത്തെ ജ്യൂസ് എനിക്ക് ഇവിടുത്തെ കരിക്ക് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു. അമ്മ എപ്പോഴും കരിക്കിൻ്റെ ഓർഡർ ചെയ്യും. അമ്മയ്ക്ക് ഇവിടുത്തെ കരിക്ക് ഇഷ്ടമാണോ? ഇവിടുത്തെ കരിക്ക് നമ്മുടെ നാട്ടിലെ നല്ലതാ. നമ്മുടെ കോക്കനട്ട് പോലെ അല്ലത്. വേറൊരു രുചിയല്ലേ? മീഡിയം. ഇത് നോർമലാ. ഇത് ഭയങ്കര മധുരം ഉള്ളതും ഇത് മധുരം ഇല്ലാത്തതുമാണ്. അതിന് മധുരമില്ല. പക്ഷെ രുചി ഒരേപോലെയാണ് നമ്മുടെ നാട്ടിലെ പോലെ. എനിക്ക് വേണ്ട. നമ്മൾ അടുത്ത വ്യൂ പോയിന്റിൽ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ സിറ്റി ടൂറിലുള്ള വന്നിരിക്കുക. എന്തോ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. ചേട്ടൻ കെനോറ വ്യൂ പോയിന്റാ. ഇവിടെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പരുന്തിനെ വെച്ചിട്ടൊക്കെ ഫോട്ടോ ഇടും. പരുന്തൊരു അപ്പിട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചീറ്റിയാണ് അപ്പിട്ടെ ഒരു ഏക്കറിലോട്ട്. നമ്മള് ഓൾഡ് ഫുക്കറ്റ് ടൗൺ ഒക്കെ കണ്ട് വന്ന് ഇപ്പോ ഒരു 6 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോ കാബ്രി കാണാൻ പോവാണ്. അമ്മ വരൂലെന്ന് പറഞ്ഞാ ഞാൻ പിടിച്ചോണ്ട് പോണതാ. അമ്മ ഒരു ഡ്രസ് ഇട്ടേന് എന്റെ പൊന്ന്. നിങ്ങൾ പറയാ നല്ല ഡ്രസ്സില്ലേ? ഞാൻ കാണിച്ചേരാട്ടാ. നോക്ക് അമ്മ എന്തീ പൊത്തി പിടിക്കണത്. ലൂസായിട്ടുള്ള പാന്റും ലൂസായിട്ടുള്ള ടോപ്പും. ഇതിന് ഇറക്കക്കുറവെന്താ? ഇത് നല്ല ചേരുണ്ട്. ഇല്ലേ നല്ല ചേരല്ലേ? അമ്മൂസ് സെലക്ട് ചെയ്താട്ടോ. അമ്മൂസിന് നല്ല സ്റ്റൈലിസ്റ്റ് ആവാം. എന്റെ മിക്ക ദിവസവും അമ്മൂസ് സെലക്ട് ചെയ്യാറുണ്ട്. അമ്മൂസ് ഇങ്ങനെ നല്ല കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനൊക്കെ അറിയാം. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന സ്കേർട്ടും പിന്നെ ഒരു വൈറ്റ് ലൂസ് ടോപ്പും ആയിട്ടുള്ള. പിന്നെ മുടി ഞാൻ അഴിച്ചിട്ട് ഇന്നലെ ഞാൻ ഇവിടെ വന്നിട്ട് മുടി കഴുകി. ഇവിടുത്തെ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കണ്ടീഷണറും ഷാമ്പൂ ഞാൻ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. 7-Eleven മേടിച്ചാൽ ഞാൻ എൻ്റെ ഒരു ഷോർട്ട്സ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവരുടെ ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചു ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് എന്തായാലും ചേരില്ലാന്ന്. പക്ഷെ ഡ്രൈ ഹെയറിന് ചേരുന്നുണ്ട്. അപ്പോൾ ക്യാബറേ ഷോ കാണിക്കാൻ പറ്റുക അതിനകത്ത് കേട്ടില്ല എന്നാ പറഞ്ഞത്. എന്താ സംഭവം ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. എല്ലാരും പറയും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കാണണം. അൽക്കസാർ അങ്ങനെ എന്തോ ഒരു പേരാ പറയുന്നേ. ഓക്കെ നടന്നോണ്ട് സംസാരിക്കാം. പക്ഷേ നമ്മളിപ്പോ ഫുക്കറ്റിലായതുകൊണ്ട് അത് ബാങ്കോക്കിലാണ് മറ്റേത്. നമ്മൾ ഇവിടത്തെ വിചാരിച്ചു. അതിനുശേഷം നമ്മൾ ഒരു മണിക്കൂർ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെഡ് മസാജ് ഈ അപ്പൊ ഇങ്ങനെ പിടിച്ച് വലിച്ചു ആൾക്കാർ നോക്കും വലിച്ചോണ്ടിരുന്ന. അപ്പൊ ഇനി അമ്മ കഴിഞ്ഞിട്ടുള്ളൂ. മോനയച്ച കൊടുത്ത് അപ്രൂവൽ ആയതാലേ അമ്മ ഇടുള്ളൂ.
നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്ന് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടി വന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ടാണ് ഇവരുടെ ഈ ഒരു ലൊക്കേഷനിൽ എത്തിക്കണേ. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. എൻ്റെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിട്ട്. പക്ഷേ നല്ലതായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബാലയൊക്കെ പോലെ ഡ്രാമ പോലെ ഇങ്ങനെ അവരുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇച്ചിരി കുസൃത പ്രവൃത്തികൾ അല്ലാത്തുള്ള അങ്ങനത്തെ വെച്ചാൽ കുട്ടികളായിട്ടൊക്കെ വന്ന് കാണാം. അത്ര നീറ്റായിട്ടുള്ള പരിപാടിയായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭയങ്കര രസമായിട്ട് അവർ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഭയങ്കര നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ഇവരെല്ലാവരും തന്നെ ട്രാൻസ്ജെൻഡേഴ്സും പിന്നെ അങ്ങനത്തെ എന്താണ് ആൾക്കാരാണ് ഫുള്ള്. പിന്നെ അവരുടെ ഷോ കഴിഞ്ഞിട്ട് ഇതേപോലെ ഇവരിങ്ങനെ നിരന്ന് നിൽക്കും. ഭയങ്കര രസമായിട്ട് ഇവരെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇവർ ഡാൻസ് കളിക്കുന്ന രീതി കാണാനായിട്ട് രസമാണ്. നമ്മളിങ്ങനെ ശരിക്കും നോക്കി നിൽക്കണ പോലത്തെ ഒരു ഭംഗിയാണ് കേട്ടോ ഇവർക്കുള്ളത്. ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ലാസ്റ്റ് ഇവരിങ്ങനെ വന്ന് നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുപ്പിക്കും. ഇങ്ങനെ എത്രയോ 100 ബാത്തോ മിനിമം എത്രയോ ബാത്ത് ഉണ്ട്, അതിനാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നിന്ന് നമ്മളിങ്ങനെ വിളിക്കും. മൊത്തത്തിൽ നല്ലൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഷോ കഴിഞ്ഞു. ഷോ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര രസമുള്ള ഷോ ആയിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മ വിചാരിച്ച പോലെ അല്ലായിരുന്നു. അച്ഛന് ഇഷ്ടപ്പെട്ടോ? അച്ഛാ ബാലെ പോലെ ഉണ്ടായിരുന്നു അച്ഛാ. ഓരോ നമ്മൾ അറിഞ്ഞേ ഇല്ല 1 hour പോയത്. ബാലെ പോലെ ഒരു ടീം വരും, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ടീം വരും. ഇങ്ങനെ ഒട്ടും ലാഗ് ഇല്ലാതെ ഓരോരോ ടീംസ് വന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കായിരുന്നു. ഭംഗിയായിട്ട് ഡാൻസ് ഇവരെല്ലാരും ബാംഗ്ലൂർ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയായിരുന്നു. അതുപോലെ എനിക്ക് പോയായിരുന്നു. കുട്ടി എന്ത് അപ്പൊ ഇതാണ് തിരിച്ചെത്തി. ഈ മസാജൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ മസാജ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ മുന്നേ ക്രാബി ചെയ്ത മസാജ് വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആയിട്ടുള്ളതാണ്. ഞാൻ കിറ്റ്കാറ്റ് വെച്ചോണ്ടിരിക്കാം. ടേക്ക് എ ബ്രേക്കിൻ്റെ ഇടയിൽ. നിങ്ങളുണ്ടല്ലോ ഹണിമൂണൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ എടുത്ത് ഇങ്ങനെ കടൽ കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കാം. നോക്കും, ഫുള്ള് കടലിങ്ങനെ വിശാലമായ കടൽ. രാത്രി അതൊക്കെ കാണുന്നുണ്ടോന്നില്ല, പക്ഷെ രാത്രി ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കാൻ ഭയങ്കര രസമാണ്.